പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. മാരക പ്രഹരശേഷിയുള്ള 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാനില്ല. കോട്ടയം പാലക്കാട് റൈഫിൾ അസോസിയേഷനിൽ നിന്നാണ് ബുള്ളറ്റുകൾ നഷ്ടപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? സൗമ്യ, അതായത് 1997 മുതൽ 2013 വരെ കോട്ടയം ജില്ലയിലും 2015 പാലക്കാട് ജില്ലയ്ക്കുമായി ലഭിച്ച ഏകദേശം 1.5 ലക്ഷം .22, .32 അതുപോലെ 12 ബോർ ഇനത്തിൽപ്പെട്ട മാരകശേഷിയുള്ള ആളുകളെ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവർ നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് വാങ്ങിയതിന് രേഖകളുണ്ട്, കൊണ്ടുവന്നതിനും രേഖകളുണ്ട്. പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചു, ഇത് എന്തിനു ഉപയോഗിച്ചു, എവിടെ ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു രേഖകളും സൂക്ഷിച്ചിട്ടില്ല. നിലവിലുള്ള ആംസ് ആക്ട് പ്രകാരം ഒരു വെടിയുണ്ടയോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ അത് സൂക്ഷിക്കുന്നതിന് കൃത്യമായ രജിസ്റ്ററും ഉപയോഗിക്കുന്നതിന് രജിസ്റ്ററും ആരുപയോഗിച്ചു, എവിടെ വെച്ച് ഉപയോഗിച്ചു, എത്ര മണിക്ക് ഉപയോഗിച്ചു എന്നുവരെ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ആക്ടിൽ പറയുന്നത്. ഈ ആക്ട് പ്രകാരം മാത്രമേ വിവിധ റൈഫിൾ അസോസിയേഷനുകളിൽ പ്രവർത്തിക്കാനുമാകൂ. എന്നാൽ ഇത് മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് ഇതിൽ ചിലർ ഭാരവാഹികൾ ഇത് മുഴുവനും മറ്റെവിടെയൊക്കെ കടത്തിയതായിട്ടാണ് ഇപ്പോൾ ആരോപണം ഉള്ളത്. അതേസമയം ഇതിന്റെ പരാതി ലഭിച്ചിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സാധാരണഗതിയിൽ റൈഫിൾ അസോസിയേഷന് ആവശ്യത്തിൽ കൂടുതൽ വെടിയുണ്ടകൾ വാങ്ങിയതായാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഉപയോഗിക്കാത്ത ഈ വെടിയുണ്ടകൾ, ബുള്ളറ്റുകൾ എവിടെ പോയി, ആരുടെ കൈകളിൽ എത്തി എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വകവെക്കുന്ന കാര്യം. സാധാരണഗതിയിൽ ഇത്രയേറെ വെടിയുണ്ടകൾ ഇത് കിട്ടാക്കനിയാണ്. ഇത് എവിടെ നിന്നും അങ്ങനെ ലഭിക്കുന്നതല്ല. റൈഫിൾ അസോസിയേഷന് ലഭിക്കുന്നത് തന്നെ സബ്സിഡി ആയി തന്നെയാണ്. ജർമ്മൻ നിർമ്മിതമായ .22 എന്ന് പറയുന്ന ബുള്ളറ്റ് ഏകദേശം 70 രൂപ മുതൽ 80 രൂപ വരെ വില വരുന്നതാണ്. ഇത് നമുക്ക് പുറമേ നിന്ന് സാധാരണ ഒരു സിവിലിയന് ചെന്ന് വാങ്ങാൻ കഴിയുന്നതല്ല. ഇതിന് ലൈസൻസ് വേണം, ജില്ലാ കളക്ടറുടെ അനുമതി വേണം, കമ്മീഷണറുടെ അനുമതി വേണം. അത്രയേറെ നിയമപരമായ കാര്യങ്ങളിലൂടെ ആ ചാനലിലൂടെ മാത്രമേ ഇത് വാങ്ങാനാകൂ. അങ്ങനെയിരിക്കെ ഈ വെടിയുണ്ടകൾ എവിടെ പോയി, എവിടെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ചോദ്യം. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വെടിയുണ്ടകൾക്ക് ആവശ്യക്കാർ ധാരാളമുണ്ട്. അതൊരു പക്ഷേ വിധ്വംസ പ്രവർത്തനത്തിനാകാം, അല്ലെങ്കിൽ മാവോയിസ്റ്റ് തീവ്രവാദ പരിശീലനങ്ങൾക്കാകാം. ഇത് ആരുടെ കൈകളിൽ എത്തി എന്നുള്ളതാണ് ഇവിടെ സംശയം. ഇവർക്ക് സാധാരണഗതിയിൽ ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പലതരത്തിൽ ആരെയും സ്വാധീനിച്ച് ഇത് കൈക്കലാക്കാൻ അവരും ശ്രമിക്കും. 60 രൂപ, 70 രൂപ, 80 രൂപ വിലയുള്ള വെടിയുണ്ടകൾ 1000ഉം 2000ഉം വരെ നൽകി വാങ്ങാനും സജ്ജമായുള്ള വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടാകാം. എന്തായാലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും നടപടിയൊന്നും ആയിട്ടില്ല. രാജ്കുമാർ, പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പലയിടങ്ങളിലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. IS-ന്റെ പോലും ബന്ധം, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള അന്വേഷണങ്ങളും കേരളത്തിലേക്കൊക്കെ നീങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ സുപ്രധാനമായ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ഏറെ കാലങ്ങളായി ഇത്തരത്തിൽ മിസ്സായിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുകൂടിയല്ലേ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി പുറത്തുള്ളവരെ സഹായിക്കാൻ ഇത്തരത്തിൽ വെടിയുണ്ടകൾ മറിച്ചു നൽകാൻ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി വായിച്ചെടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഇതിൻ്റെ വിവിധ ഭാരവാഹികൾ തന്നെയാണ്, ഈ സ്ഥാപനങ്ങളിലെ ഭാരവാഹികൾ തന്നെയാണ് ഇതിന് സമാധാനം പറയേണ്ടുന്നത്. കോട്ടയത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റൈഫിൾ അസോസിയേഷൻ്റെ പുതിയ സെക്രട്ടറി ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തൻ്റെ കാലത്ത് ഉള്ള രേഖകൾ മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്, മുമ്പുള്ളതിന് യാതൊരു രേഖകളില്ല. ഇത് അദ്ദേഹത്തിന് നാളെ ഒരുപക്ഷെ ഭീഷണി ആയതുകൊണ്ടാകാം പോലീസിൽ ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് IG ഹെഡ്ക്വാർട്ടേഴ്സ് IG ആണ് റൈഫിൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ആ പോസ്റ്റിൽ ആര് വന്നാലും അത് നിയമപരമായി റൈഫിൾ അസോസിയേഷന്റെ സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് IG ആയിരിക്കും. അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 ജില്ലകളിൽ റെയ്ഡ് നടന്നു. ആ പരിശോധനയിലാണ് കോട്ടയത്തും അതുപോലെ പാലക്കാടും ഇത്രയേറെ ബുള്ളറ്റുകൾ കാണാനില്ല, ഇതിന് രേഖകളില്ല എന്ന് ബോധ്യമായത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അധികൃതരിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഒരുപക്ഷെ സമ്മർദ്ദമാണോ, അല്ലെങ്കിൽ ഇതിന്
പിന്നിലുള്ള വ്യക്തികളുടെ സ്വാധീനമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അവിടെയാണ് ഒരുപക്ഷെ രാജ്കുമാർ ആ സൂചിപ്പിച്ചതിലാണ് വലിയ സംശയങ്ങളുള്ളത്. ഒന്ന്, കോട്ടയത്ത് നിന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു നിരീക്ഷണം നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റെങ്ങു നിന്നും ഇങ്ങനെ പരാതി പോയിട്ടുമില്ല. പോലീസ് കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരടക്കം തലപ്പത്തുള്ളവരടക്കം ഇടപെടേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നിടത്ത് തന്നെ ഇവിടെ വലിയ ഗൂഢാലോചനകളുടെയും ഇത്തരത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കലുകളുടെയും ഒക്കെ വലിയ സംശയങ്ങൾ ഉയരുന്നില്ലേ? തീർച്ചയായും അതിൽ നമുക്ക് ഇതിൻ്റെ ഏത് അറ്റം വരെ, ഏത് അളവ് വരെയാണ് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ ബന്ധം എന്നുള്ളത് നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയുന്നതല്ല. കൊല്ലം റൈഫിൾ അസോസിയേഷൻ്റെ സെക്രട്ടറി സജു എസ് ദാസാണ് ഇത് സംബന്ധിച്ച പരാതി ആദ്യമായി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് IG ശ്രീജിത്ത് അന്വേഷണത്തിന് തയ്യാറാവുകയും ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം 4 ജില്ലകളിലെ ഇതിൻ്റെ റെയ്ഡ് നടത്തി ഇതിൻ്റെ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു സംശയം ഇടനൽകുന്നത്. ആദ്യമുണ്ടായിരുന്ന വേഗത പിന്നീട് ഇല്ലാതെ പോയി. തീർച്ചയായും ഞാൻ നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഈ വലിയ ഒരു ദുരന്തം തന്നെ. 1.5 ലക്ഷം വെടിയുണ്ടകൾ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം മനുഷ്യരുടെ ജീവനാണ് ഇതിന് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത്. അത്രയേറെ ജീവൻ നഷ്ടപ്പെടാൻ അത് ആരെങ്കിലും ഇതെല്ലാം സ്വരുക്കൂട്ടുകയാണോ, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് കടത്തുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടുന്നതും നമ്മുടെ അധികാരികൾ തന്നെയാണ്, പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇത് NIA ഉൾപ്പെടെ ഇതിന്റെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പരാതി ആയാലും അത് ബന്ധപ്പെടുത്തി എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ രാജ്കുമാർ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അധികൃതരുടെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടോ? ഇതുവരെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി യാതൊരു മെസ്സേജുകളോ അല്ലെങ്കിൽ അതിന്റെ മറുപടികളൊന്നും ബന്ധപ്പെട്ടപ്പോഴും ലഭ്യമായിട്ടില്ല. ആരെയും ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ഇനി നേരിൽ കണ്ടപ്പോൾ അവരാരും ചിലർ പ്രതികരിക്കാനും തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ പരാതി രേഖാമൂലമാണ് നൽകിയിരിക്കുന്നത്. പരാതിയിൽ കൃത്യമായി ഇതിന് തെളിവുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നാഷണൽ റൈഫിൾ അസോസിയേഷനാണ് ഈ ബുള്ളറ്റുകൾ ജില്ലാ സംഘടനകൾക്ക് നൽകുന്നത്. സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷന് ഇത് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ ഇതിന് അവകാശമുള്ളൂ. അവർക്ക് ലൈസൻസ് ഇല്ലാത്തതിനാൽ അവർക്ക് റെക്കമെൻഡേഷൻ മാത്രമേ ഉള്ളൂ. ജില്ലാ റൈഫിൾ അസോസിയേഷനാണ് ലൈസൻസി ഹോൾഡർ. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ജില്ലയിലെ ഭാരവാഹികളാണ് ഡൽഹിയിലേക്ക് പോകുന്നതും നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് രേഖകൾ സമർപ്പിച്ച് സുരക്ഷയോടുകൂടി ഈ ബുള്ളറ്റുകൾ കൊണ്ടുവരേണ്ടുന്നതും. നമുക്കറിയാം സമീപത്ത് തന്നെ കാലത്ത് തന്നെ പത്തനാപുരത്ത് ഒരു വിദ്യാർത്ഥി പരിശീലനത്തിടെ വെടിയേറ്റ് മരിച്ച സംഭവം അത് എത്രമാത്രം കൂളളക്കം സൃഷ്ടിച്ചതാണ്. ഒരു ജീവന്റെ വില നിസ്സാരമല്ല. അങ്ങനെ ഇരിക്കെ 1.5 ലക്ഷം ബുള്ളറ്റുകൾ എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് തീർച്ചയായും നമുക്കതൊരു ഷോക്കിംഗ് തന്നെയാണ്. അതിന് മറുപടി പറയേണ്ടുന്നത് ആഭ്യന്തര വകുപ്പാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാരക പ്രഹരശേഷിയുള്ള 1.5 ലക്ഷത്തോളം വെടിയുണ്ടകളാണ് കാണാതായിരിക്കുന്നത്. കോട്ടയം പാലക്കാട് റൈഫിൾ അസോസിയേഷനിൽ നിന്നാണ് ബുള്ളറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും പരാതി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് കൊല്ലത്തു നടക്കാൻ പരാതി എന്ന രീതിയിൽ ഒക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല. പ്രത്യേകിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സാധ്യത സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, അത്തരം ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ വിഷയമാണ് ഇത്. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയമാണ് ഇത്. ഈ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്.